ദശകം 58 കാട്ടുതീയിൽ നിന്ന് ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബി ദേനവസ്വൈരചാരാഃ തൃണകുതുകനിവിഷ്ടാഃ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷിഖാഖ്യാമീഷാം ബഭൂവുഃ. അങ്ങ് ഗോപബാലന്മാരുടെ സമൂഹങ്ങളോടുകൂടിയുള്ള കളിയിൽ മുഴുകിയവനും പ്രലംബവധത്തിലേർപ്പെട്ട് കാലതാമസം സംഭവിച്ചവനുമായിരിക്കെ യഥേഷ്ടം സഞ്ചരിക്കുന്ന പശുക്കൾ പുല്ലു തിന്നുന്നതിലുള്ള അത്യാഗ്രഹം നിമിത്തം വളരെ അകലത്തേക്ക് പോകുന്നവയായിട്ട് ഐഷീകം എന്നു പേരുള്ള ഒരു കാട്ടിൽ എത്തിച്ചേർന്നു. അനധിഗതനിദാഘ ക്രൗര്യവൃന്ദാവനാന്താദ് ബഹിരിതമുപയാതാഃ കാനനം ദേനവസ്ഥാഃ തവ വിരഹവിഷണ്ണാഃ ഊഷ്മളഗ്രീഷ്മതാപാ പ്രസരവിസരദംഭസ്യാകുലാസ്തംഭമാപുഃ. വേനലിൻ്റെ കഠിനമായ ഉഷ്ണം തീരെ അറിയാത്ത വൃന്ദാവന പ്രദേശത്തിൽ നിന്ന് പുറമേയുള്ള ഐഷീകവനത്തെ പ്രാപിച്ച പശുക്കൾ അങ്ങയുടെ വിരഹം മൂലം വിഷണ്ണകളും വർദ്ധിച്ച വേനൽ ചൂടിൻ്റെ പ്രസരം നിമിത്തം ദാഹം കൊണ്ട് വിഷമിച്ചവയുമായി തീർന്ന് തളർന്നുപോയി. തദനു സഹസഹായൈഃ ദൂരമന്വിഷ്യ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഗേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാണേതുമാരാത് ത്വയി ഗതവദിഃ സർവദോഗ്നിർജൃംഭേ. അല്ലയോ ശൂരസേന വംശജനായ ഭഗവൻ, അതിൽ പിന്നെ അനുചരന്മാരോടുകൂടി വളരെ ദൂരം വരെ അന്വേഷിച്ചിട്ട് നടന്നു പോകാനുള്ള മാർഗം മൂലം കാണാതെ മുഞ്ചാവനത്തിൽ ദുഃഖത്തോടെ വലയുന്ന പശുക്കൂട്ടത്തെ കണ്ടിട്ട് വേഗത്തിൽ അവയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നതിനായി അങ്ങ് സമീപത്തിലെത്തിച്ചേർന്നപ്പോഴേക്കും കഷ്ടം ചുറ്റുപാടും കാട്ടുതീ പടർന്നു പിടിച്ചു. സകലഹരിതി ദീപ്തേ ഘോരഭാങ്കാരഭേമേ ശിഖിനി വിഹിതമാർഗാഃ അർദ്ധദഗ്ധാ ഇവാർത്താഃ അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. കർണഭേദകമായ ഭംഗാരം കൊണ്ട് ഭയങ്കരമായ കാട്ടുതീ എല്ലാ പ്രദേശങ്ങളിലും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോംവഴി മുട്ടായവരും പ്രകൃതി ദഹിച്ച പോലെ ആർത്തി കലർന്നവരുമായ എന്നുവെച്ചാൽ പകുതി ദഹിച്ച പോലെ ആർത്തി കലർന്നവരുമായ എല്ലാവരും തന്നെ അയ്യയ്യോ ഹേ ലോകത്തിനു മുഴുവൻ ബന്ധുവായിട്ടുള്ളവനെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരേ സന്താപനാശകനായ ഭഗവാനെ ശരണം പ്രാപിച്ചു. അലമലമതിഭീത്യ സർവദോമേളയദ്വം ദൃശമിതി തവ വാചാമീലിതാക്ഷേഷു തേഷു ക്വനു തവ ദഹനോസൗ കുത്ര മുഞ്ചാടവീസാ സപദി വവൃതിരേതേ ഹന്തഭാണ്ഡീരദേശേ. അത്രയധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ണടയ്ക്കുവിൻ ഭഗവാൻ പറഞ്ഞു. ആ വാക്കു കേട്ടിട്ട് അവരെല്ലാവരും കണ്ണടച്ചപ്പോൾ ആ കാട്ടുതീ എവിടെ പോയി എന്ന് തന്നെ അറിഞ്ഞില്ല. ആ മുഞ്ചാവനം എവിടെ? ആശ്ചര്യം തന്നെ. അവരെല്ലാവരും ക്ഷണനേരം കൊണ്ട് ഭണ്ഡീരവൃക്ഷം നിന്നിരുന്നതിനടുത്തടുത്ത് എത്തിപ്പെട്ടു. ജയ ജയ തവ മായ കേയമീശേതി തേഷാം നുദിബിരുദിദഹാസോ ബദ്ധനാനാവിലാസഃ പുനരവിപിനാന്തേ പ്രാചരപ്പാടലാദി പ്രസവനികരമാത്രാഗ്രാഹ്യഘർമാനുഭാവേ. അല്ലയോ ജഗദീശ, ജയിച്ചാലും അങ്ങയുടെ മായ എത്ര ആശ്ചര്യകരമാണ് എന്നിങ്ങനെ അവരുടെ പുകഴ്ത്തൽ കേട്ട് മന്ദഹാസം പൂണ്ടവനും വിവിധ രീതിയിലുള്ള വിലാസങ്ങളോടുകൂടിയവനുമായ അങ്ങ് വീണ്ടും പാതിരി മുതലായ വൃക്ഷങ്ങളിലുള്ള പുഷ്പസമൂഹങ്ങൾ കൊണ്ടു മാത്രം അറിയപ്പെടുന്ന ഗ്രീഷ്മകാലത്തിൻ്റെ ശക്തിയോടുകൂടിയ ആ വൃന്ദാവനത്തിനുള്ളിൽ സഞ്ചരിച്ചു. പാതിരി എന്ന് പറഞ്ഞ മരങ്ങൾ
വേനൽക്കാലത്ത് മാത്രം പൂക്കുന്നവയാണ്. ത്വയി വിമുഖമിവോച്ചൈഃ താപഭാരം വഹന്തം തവ ഭജനവദന്തഃ പങ്കമുച്ഛോഷയന്തം തവ ഭുജവദുദഞ്ജത് ഭൂരി തേജപ്രവാഹം തപസമയമനൈഷീർ യാമുനേഷു സ്ഥലേഷു. അങ്ങയിൽ വൈമുഖ്യമുള്ളവനെപ്പോലെ വർദ്ധിച്ച സന്താപത്തെ വഹിക്കുന്നതും അങ്ങയുടെ ഭജനത്തെ പോലെ ഉള്ളിലുള്ള പങ്കത്തെ ഉണക്കി നശിപ്പിക്കുന്നതും അങ്ങയുടെ തൃക്കൈകൾക്കു തുല്യമായി ഉയർന്നു വരുന്ന വർദ്ധിച്ച തേജസ്സിൻ്റെ ഒഴുക്കുപോലെയുള്ളതുമായ ഗ്രീഷ്മകാലത്തെ യമുനാനദിയുടെ തീരപ്രദേശങ്ങളിലായി അങ്ങ് നയിച്ചു. തദനു ജലദജാലൈഃ തദ്വപുസ്തുല്യഭാഭിഃ വികസതമലവിദ്യുൻ പീതവാസൂവിലാസൈഃ സകലഭുവനഭാജാം ഹർഷതാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സുരവാസീവ്യനൈഷീഃ. അനന്തരം അങ്ങയുടെ ദേഹകാന്തിക്ക് തുല്യമായ കാന്തിയോടുകൂടിയവനും വർദ്ധിച്ചു വരുന്നതും നിർമ്മലവുമായ മിന്നലുകളാകുന്ന മഞ്ഞപ്പെട്ടിൻ്റെ ശോഭ കലർന്നതുമായ മേഘജാലങ്ങളെക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന വർഷക്കാലത്തെ അങ്ങ് ഗോവർദ്ധന പർവ്വതത്തിലുള്ള ഗുഹകളിൽ സ്വൈര്യമായി കഴിച്ചുകൂട്ടി. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്രഃ ശിഖികുലനവകേകാ കാഗുഭിസ്തോത്രകാരീ സ്ഫുടകുടജകദംബ സ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദധധനുഭേജേ ദേവഗോവർദ്ധനോസൗ. അല്ലയോ ദേവ, ഈ ഗോവർദ്ധന പർവ്വതം മയിൽക്കൂട്ടങ്ങളുടെ പുതുതായ കൂജനമാകുന്ന വാക്കുകൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ടും വിടർന്നു നിൽക്കുന്ന കുടകപ്പാല, കടമ്പ് എന്നീ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി സമർപ്പിച്ചുകൊണ്ടും ഗുഹയിൽ സുഖമായി വസിച്ചു കൊണ്ടിരുന്ന ശ്രേഷ്ഠനായ അങ്ങയെ സേവിച്ചുകൊണ്ടേയിരുന്നു. അദശരഥമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലിലഭൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഘാഃ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. ശ്രീഹരേ നമഃ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അല്ലയോ ഗുരുവായൂരപ്പ, അനന്തരം വന്നു ചേർന്നതായ അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയം പോലെ നിർമ്മലമായ ജലസമൃദ്ധിയോടുകൂടിയ ആ ശരദൃതുവിനെ വനപ്രദേശങ്ങളിൽ മാനിക്കുന്നവനും പരിശുദ്ധമായ വനാന്തർഭാഗത്തായ പശുക്കളെ ഭംഗിയായി പുല്ലു തീറ്റുന്നവനുമായ അങ്ങ് എനിക്ക് ദേഹസൗഖ്യം നൽകണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.